ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരുമാണ്. കറന്റ്ലി ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മാറ്റങ്ങളെല്ലാം കോഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വളരെ കൃത്യമായി തന്നെ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നിലവിലെ കേരള മുഖ്യമന്ത്രി എല്ലാവർക്കും അറിയാം വി ഡി സതീശനാണ് നിലവിലെ കേരള മുഖ്യമന്ത്രി. കേരളത്തിന്റെ 24ാമത് മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. നമ്മൾ പഠിച്ചിരുന്നു. വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണെങ്കിൽ 13ാമത് വ്യക്തി കൂടിയാണ് വി ഡി സതീശൻ വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ 13ാമത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം കോഡിന്റെ ആവശ്യമില്ല, എങ്കിലും പറയാം. നമ്മുടെ കേരള CM തീയാണ് എന്ന് ഓർക്കാം. കേരള CM തീയാണ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് പരിചിതമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് നമ്മുടെ ഫിലിം ആക്ടർ സി ജോസഫ് വിജയ് ആണ് നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി. തമിഴ്നാടിന്റെ 22ാമത് മുഖ്യമന്ത്രിയാണ് എന്നും പഠിച്ചു വെക്കുക കേട്ടോ. തമിഴ്നാടിന്റെ 22ാമത് മുഖ്യമന്ത്രിയായാണ് സി ജോസഫ് വിജയ് അധികാരമേറ്റത്. അവിടെയും പ്രത്യേകം കോഡിന്റെ ആവശ്യമില്ല അല്ലെ. ഇനി നോക്കൂ, പുതുച്ചേരിയുടെ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ നിലവിലെ CM ചോദിച്ചാൽ, മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? എൻ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി. അപ്പോൾ പുതുച്ചേരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ചിരി എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ CM എങ്ങനെയാണ്? പുതുച്ചേരിയിലെ CM ഫുൾ ടൈം ചിരിച്ചുകൊണ്ടാണ് കേട്ടോ. ചിരിക്കുന്ന രംഗം എന്നോർക്കാം. ചിരിച്ചുകൊണ്ടേ കാണാൻ വേണ്ടി പറ്റുള്ളൂ എന്നോർത്താൽ പുതുച്ചേരിയുടെ നിലവിലെ CM ആണ് എൻ രംഗസ്വാമി. ഇനി നോക്കൂ, ബീഹാറിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. ഇതെല്ലാം പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബീഹാറിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. അപ്പോ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ ബീഹാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഒട്ടും ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ ബീഹാർ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവർക്കും നൽകിയിട്ടുള്ള വാഗ്ദാനം എന്താണ്? ബീഹാറിനെ സ്മാർട്ട് ആക്കുമെന്നാണ്. സ്മാർട്ട് എന്നതിൽ നിന്ന് സാമ്രാട്ട് കണക്ട് ചെയ്ത് വെക്കാലോ. ബീഹാറിനെ സ്മാർട്ട് ആക്കി മാറ്റുമെന്നാണ് CM വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ നിലവിലെ ബീഹാർ മുഖ്യമന്ത്രിയാണ് സാമ്രാട്ട് ചൗധരി. ഇനി അസമിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാരാണ്? ഹിമന്ത ബിശ്വ ശർമ്മയാണ് നിലവിലെ അസം മുഖ്യമന്ത്രി. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ അസം മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ കയ്യിൽ എന്തുണ്ടായിരുന്നു? നിയമസംഹിത എന്നോർക്കാം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താണ്? നിയമസംഹിത. അപ്പൊ സം എന്നതിൽ നിന്ന് അസം എന്ന് കണക്ട് ചെയ്യാം. നിയമസംഹിത എന്നതിലെ സം എന്നതിൽ നിന്ന് അസം കണക്ട് ചെയ്ത് വെക്കാം. ഹിത എന്നതിൽ നിന്ന് ഹിമന്ത എന്നും കണക്ട് ചെയ്യാലോ. അസം മുഖ്യമന്ത്രിയുടെ കയ്യിൽ എന്തായിരുന്നു? നിയമസംഹിതയാണ്. അപ്പോൾ സം എന്ന ഒരു അക്ഷരം കൊണ്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തു? അസം എന്ന് കണക്ട് ചെയ്തു. ഹിത എന്നതിൽ നിന്ന് ഹിമന്ത എന്നും കണക്ട് ചെയ്ത് വെച്ചു. ഹിമന്ത ബിശ്വ ശർമ്മയാണ് നിലവിലെ അസം മുഖ്യമന്ത്രി. നിലവിലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. അപ്പോ പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പച്ച എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോ CM അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? പച്ച പിടിച്ചു എന്നോർക്കാം. എങ്ങനെയാണ്? CM അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോ അധികാരി എന്ന് കണക്ട് ചെയ്യാം. അധികാരി അല്ലെ. അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്? CM പച്ച പിടിച്ചു എന്നോർത്താൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. ഇനി മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് യുനാം ഖേംചന്ദ് ആണ് നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രി. അപ്പൊ എങ്ങനെ ഓർക്കാം? CM അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? ജനങ്ങൾക്കൊക്കെ കാശ് കൊടുക്കുകയാണ്, മണി കൊടുക്കുകയാണ് എന്നോർക്കാം. എങ്ങനെയാണ്? നാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. നാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് CM എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ അക്കൗണ്ടിലോട്ടൊക്കെ കുറച്ച് കാശ് കൊടുക്കുകയാണ്, മണി കൊടുക്കുകയാണ് എന്നോർത്താൽ നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രിയാണ് യുനാം ഖേംചന്ദ്. നിലവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് യോഗി ആദിത്യനാഥ് ആണ്. അപ്പോൾ ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഉത്തരം എന്ന് കണക്ട് ചെയ്യാം. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരം എന്ന് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഉത്തരത്തിൽ CM എവിടെയാണ് യോഗം ചേരുന്നത്? ഉത്തരത്തിൽ യോഗം ചേർന്നു. യോഗം എന്നതിൽ നിന്ന് യോഗി ആദിത്യനാഥ് എന്നും കണക്ട് ചെയ്യാലോ. അപ്പോൾ CM
ഉത്തരത്തിൽ യോഗം ചേർന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി രാജസ്ഥാൻ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ. അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ രാജാവ് എന്ന് ഓർക്കാലോ. അപ്പൊ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി എങ്ങനെയാണ്? രാജാവിനെ പോലെയാണ് എന്ന് ഓർക്കാം കേട്ടോ. രാജസ്ഥാനിലെ മുഖ്യമന്ത്രി രാജാവിനെ പോലെയാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിനെ പുകഴ്ത്തി ഭജന പാടി എന്നോർക്കാം. ഭജന പാടി, രാജാവിനെ പുകഴ്ത്തി ഭജന പാടി. ഇനി നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയാണ് നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തോർക്കാം? CMന്റെ തലവര എന്നോർക്കാം അല്ലെ. രേവന്ത് എന്നത് ഇങ്ങോട്ട് തിരിച്ചെഴുതി കഴിഞ്ഞാൽ വര എന്ന് വായിക്കാലോ. അപ്പോൾ നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. CMന്റെ തലവര എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ്. നിലവിലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചത്തു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ചത്തു, എങ്ങനെയാ ചത്തുപോയത്? വിഷം കഴിച്ച് ചത്തു എന്നോർക്കാം. അപ്പോൾ CM വിഷം കഴിച്ച് ചത്തുപോയിട്ടുള്ള ആളുടെ കുടുംബത്തിന് പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നോ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ ചത്തു എന്ന് കണക്ട് ചെയ്തു. എങ്ങനെയാ ചത്തുപോയത്? വിഷം കഴിച്ച്. വിഷം എന്നതിൽ നിന്ന് വിഷ്ണു എന്ന് കണക്ട് ചെയ്യാലോ. നിലവിലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയാണ് വിഷ്ണു ദിയോസായ്. ഇനി മേഘാലയ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് കോൺറാഡ് സാക്മയാണ്. കോൺറാഡ് സാക്മയാണ് നിലവിലെ മേഘാലയ മുഖ്യമന്ത്രി. മേഘാലയ എന്ന് പറയുമ്പോൾ ആലയം എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് എന്നാണ് അല്ലെ. ആലയം എന്നാൽ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ CMന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? മേഘങ്ങൾ കാണാം. മേഘങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കുന്ന പോലെ CMന്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. കാണാം കാണാം എന്നതിൽ നിന്ന് കോൺറാഡ് സാക്മ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ നിലവിലെ മേഘാലയ മുഖ്യമന്ത്രിയാണ് കോൺറാഡ് സാക്മ. ഇനി ഒഡീഷ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് മോഹൻ ചരൺ മാഞ്ചിയാണ്. മോഹൻ ചരൺ മാഞ്ചിയാണ് നിലവിലെ ഒഡീഷ മുഖ്യമന്ത്രി. അപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓടി, എങ്ങോട്ട് ഓടിയത്? മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓടിയത്. അപ്പൊ മോഹൻ ചരൺ മാഞ്ചി എന്ന് കണക്ട് ചെയ്യാലോ. ഒഡീഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടി എന്ന് കണക്ട് ചെയ്തു. എങ്ങോട്ട് ഓടി? മത്സരത്തിൽ പങ്കെടുക്കാൻ. ഇനി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് പേമ ഖണ്ഡു ആണ്. നിലവിലെ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. അപ്പൊ നമുക്ക് ഓർക്കാം, അരുണിന്റെ പ്രേമം കണ്ടോ? പ്രേമം കണ്ടോ? അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കൊരു ബോയുടെ പേരായിട്ട് എടുക്കാം. അരുൺ എന്ന പേരായിട്ട് എടുക്കാം അല്ലെ. അപ്പോൾ അരുണിന്റെ പ്രേമം കണ്ടോ എന്ന് കണക്ട് ചെയ്യാം. ഇനി ഗുജറാത്ത് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ഭൂപേന്ദ്ര പട്ടേലാണ്. ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഗജം എന്ന് കണക്ട് ചെയ്യാം. CMന് ഒരു ഗജം ആനയുണ്ട് എന്ന് കണക്ട് ചെയ്യാം. ആനയ്ക്ക് എന്താ കൊടുക്കുക? പട്ട അല്ലെ. പട്ടയാണല്ലോ കൊടുക്കുക. അപ്പൊ പട്ട എന്നതിൽ നിന്ന് പട്ടേൽ. നിലവിലെ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ഭൂപേന്ദ്ര പട്ടേൽ. അപ്പോൾ CMന് ഒരു ആനയുണ്ട്, ഗജമുണ്ട്. ഗജത്തിന് എന്ത് കൊടുത്തു? പട്ട കൊടുത്തു. നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ഹേമന്ത് സോറനാണ്. ഹേമന്ത് സോറനാണ് നിലവിലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാർഖണ്ഡ് CM രാവിലെ ഓഫീസിലോട്ട് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകുന്നുണ്ട്? ലഞ്ച്, ചോറ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ജാറിൽ എന്താണ് കൊണ്ടുപോകുന്നത്? ചോറാണ്. ഉച്ചയ്ക്കുള്ള ചോറാണ് എന്നോർത്താൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയാണ് ഹേമന്ത് സോറൻ. നമ്മൾ കണ്ടു വിജയ് അല്ലെ ഓഫീസിലോട്ട് പോകുമ്പോൾ ലഞ്ച് കൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുപോലെ കണക്ട് ചെയ്ത് വെക്കാം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആണ്. ഇനി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ചന്ദ്രബാബു നായിഡു ആണ്. ചന്ദ്രബാബു നായിഡു. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ നമ്മുടെ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് അല്ലെ. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ആന്ധ്രാപ്രദേശ് CM എങ്ങോട്ട് പോയി? ചന്ദ്രനിൽ പോയി എന്ന് എഴുതാം. ചന്ദ്രൻ അല്ലെ. നമ്മുടെ ആന്ധ്രാപ്രദേശ് CM എങ്ങോട്ട് പോയി? ചന്ദ്രനിൽ പോയി. അപ്പൊ ചന്ദ്രബാബു നായിഡു എന്ന് കണക്ട് ചെയ്യാലോ. അപ്പോൾ ആന്ധ്രാപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. ഇനി ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ആണ്. പ്രമോദ് സാവന്ത്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പൊ ഗോവ എന്ന് പറയുമ്പോൾ നൈറ്റ് ലൈഫിനൊക്കെ കൂടുതൽ അല്ലെ, എല്ലാവരും നൈറ്റ് ലൈഫിന് വേണ്ടിയിട്ടാണ് ഗോവയിലോട്ടൊക്കെ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഗോവ CM എന്താ പറഞ്ഞത്? ഗോവയെ പ്രോ മോഡാക്കും എന്ന് പറഞ്ഞു. ഗോവയെ പ്രോ മോഡാക്കും എന്ന് പറഞ്ഞു. പ്രോ മോഡ് എന്നതിൽ നിന്ന് പ്രമോദ് എന്ന് കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോൾ ഗോവ
CM ആണ് പ്രമോദ് സാവന്ത്. ഇനി ഹരിയാന മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് നായബ് സിംഗ് സൈനിയാണ്. നായബ് സിംഗ് സൈനിയാണ് ഹരിയാന മുഖ്യമന്ത്രി. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ ഹരിയാന എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം ആന, അല്ലെ? ആന എന്ന് കണക്ട് ചെയ്യാലോ. CMന്റെ വസതിയിൽ നമുക്ക് ആനയും കാണാം, അതുപോലെ നായയെയും കാണാം. ഏത് രണ്ട് മൃഗങ്ങളാണ്? ആനയും നായയും. CMന്റെ വസതിയിൽ നമുക്ക് ആനയും കാണാം, നായയെയും കാണാമെന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോ ഹരിയാനയും ഗുജറാത്തിൽ നമ്മൾ ഗജം എന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗജം എന്നാൽ ആനയാണ്, ആനയ്ക്ക് ഇഷ്ടം പട്ടയാണ്. അപ്പോൾ ഭൂപേന്ദ്ര പട്ടേൽ കണക്ട് ചെയ്തിട്ടുണ്ട്, മാറിപ്പോവരുത്. ഇനി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവാണ്. അപ്പോൾ ഹിമാചൽ എന്ന് പറഞ്ഞാൽ, ഹിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിമം മഞ്ഞ്, അല്ലെ? ഹിമം എന്നാൽ മഞ്ഞാണ്. അപ്പോ വിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിന്റർ ക്ലൈമറ്റ്, അല്ലെ? തണുപ്പ് കാലഘട്ടമാണല്ലോ. അപ്പൊ രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക. ഹിമാചൽ പ്രദേശ് സുഖ്വീന്ദർ സിംഗ് സുഖുവാണ് CM. കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? ഡൽഹി എന്ന് പറയുമ്പോൾ ഇവിടെ ടെൽ എന്നോർക്കാലോ. ടെൽ പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത് CM? പതിയെ പറഞ്ഞു എന്നോർക്കാം. പതിയെ. ടെൽ പറഞ്ഞു. എങ്ങനെയാണ്? പതിയെ. പതിയെ എന്നതിൽ നിന്ന് ഗുപ്ത കണക്ട് ചെയ്ത് വെച്ചൂടെ? രേഖ ഗുപ്തയാണ് നിലവിലെ ഡൽഹി മുഖ്യമന്ത്രി. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. ഒമർ അബ്ദുള്ളയാണ് നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ടെററിസം ഒക്കെയാണ്, അല്ലെ? തീവ്രവാദികളുടെ ആക്രമണങ്ങളാണ്, മരണങ്ങളാണ്. മരണം എന്നതിൽ നിന്ന് ഒമർ എന്ന് കണക്ട് ചെയ്യാലോ. മരണം, അല്ലെ? ഒമർ അബ്ദുള്ളയാണ് നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ്. അപ്പോൾ ഇവിടെ കർണാടക എന്ന് പറയുമ്പോൾ നമുക്ക് കർണൻ എന്ന് കണക്ട് ചെയ്യാം. കർണൻ, അല്ലെ? കർണൻ രാമൻ. കർണനും രാമനും എന്ന് കണക്ട് ചെയ്ത് വെക്കുക. കർണൻ രാമൻ. ഇനി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് മോഹൻ യാദവ് ആണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ CM പറയാണ് മദ്യത്തോട് എന്ത് വേണ്ട? മോഹം വേണ്ട. മദ്യത്തോട് മോഹം വേണ്ട. അപ്പൊ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ചോദിച്ചാൽ ആരാണ്? മോഹൻ യാദവ് ആണ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. എങ്ങനെ ഓർത്തിരിക്കാം? മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ CM ജനങ്ങളോട് എന്താ പറഞ്ഞത്? മഹാദേവ. CM എപ്പോഴും എന്താ തുടക്കത്തിൽ പറയാ? മഹാദേവ. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം എന്ത് പറയും? CM മഹാദേവ. അപ്പൊ ദേവ എന്നതിൽ നിന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് കണക്ട് ചെയ്ത് വെച്ചൂടെ? നിലവിലെ മിസോറാം മുഖ്യമന്ത്രിയാണ് ലാൽഡു ഹോമ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? മിസോറാം എന്ന് പറയുമ്പോൾ ഇവിടെ റം എന്ന് കണക്ട് ചെയ്യാം. റമ്മിന്റെ കൂടെ അവരുടെ കോംബോ എന്തായിരുന്നു? ലഡു ആണ് എന്ന് ഓർക്കാം. ലഡു. അപ്പോ ലഡു എന്നതിൽ നിന്ന് ലാൽഡു ഹോമ കണക്ട് ചെയ്ത് വെക്കാലോ. മിസോറാം മുഖ്യമന്ത്രിയാണ് ലാൽഡു ഹോമ. ഇനി നോക്കൂ, നാഗാലാൻഡ് മുഖ്യമന്ത്രി നെയ്ഫിയു റിയോ. എങ്ങനെ ഓർക്കാം? നാഗാലാൻഡ്. നാഗം എന്നാൽ എന്താണ്? നാഗം പാമ്പാണ്, അല്ലെ? അപ്പൊ ഒരു ലാൻഡ് മുഴുവൻ പാമ്പാണ് കേട്ടോ. ഒരു ലാൻഡ് മുഴുവൻ എന്താണ്? പാമ്പാണ്. അപ്പൊ എന്ത് ചെയ്യാണ് അവിടെയുള്ള ജനങ്ങള്? നാഗത്തിന്റെ നെയ്യ് എടുത്തുകൊണ്ട് എന്താണ്? ബിസിനസ് ഒക്കെ തുടങ്ങുകയാണ്. നെയ്യ് എടുക്കുന്നത്, പാമ്പിന്റെ നെയ്യ് എടുക്കുന്നത്. അപ്പൊ CM എന്ത് ചെയ്തു? അവർക്കെതിരെ നല്ല ശക്തമായ നയം കൊണ്ടുവന്നു എന്നോർക്കാം. അപ്പോൾ നെയ്യ് എന്നതിൽ നിന്ന് നെയ്ഫിയു റിയോ കണക്ട് ചെയ്ത് വെച്ചൂടെ? നാഗത്തിന്റെ നെയ്യ് എടുക്കുന്നതിന് എന്താണ്? CM ശക്തമായിട്ട് എന്ത് ചെയ്യാണ്? നയങ്ങൾ കൊണ്ടുവന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ചോദിച്ചാൽ പുഷ്കർ സിംഗ് ധാമിയാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ഉത്തരം എന്ന് കണക്ട് ചെയ്യുക. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ഉത്തരം എന്ന് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് CM ഉത്തരം പറയുന്നത്? പുഷ്പം പോലെയാണ്. പുഷ്പം എന്നതിൽ നിന്ന് പുഷ്കർ സിംഗ് ധാമി. ഓർത്തിരുന്നൂടെ? പുഷ്കർ സിംഗ് ധാമിയാണ് നിലവിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി. അപ്പോൾ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും മാറിപ്പോവരുത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി നമ്മൾ പഠിച്ചു യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർത്തത്? ഒരു പ്രദേശത്ത് എന്താണ്? പ്രദേശത്തെ ഉത്തരത്തിൻ മുകളിലാണ് CM യോഗം ചേർന്നത്, അല്ലെ? ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ്. ഇനി പഞ്ചാബ് മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് ഭഗവന്ത് സിംഗ് ആണ്. എങ്ങനെ ഓർക്കാം? പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ച് എന്നോർക്കാം. നമ്മുടെ CM എങ്ങനെയാണ്? നല്ല പഞ്ചിൽ പാടി. സിംഗ് പാടി കേട്ടോ. നമ്മുടെ CM നല്ല പഞ്ചിൽ പാടി. എന്താ പാടിയത്? പാട്ടിന്റെ ഒരു ഭാഗമാണ് പാടിയത് കേട്ടോ.
ഭാഗം എന്നതിൽ നിന്ന് ഭഗവന്ത് എന്നും കണക്ട് ചെയ്ത് വെക്കുക. CM നല്ല പഞ്ചിൽ പാടി എന്നോർക്കാം. നിലവിലെ സിക്കിം മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് PS ഘോലെയാണ്. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ സിക്കിം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സിക്ക് എന്ന് കണക്ട് ചെയ്യാലോ. സിക്ക് അസുഖം. CMന് എന്താണ് അസുഖം ബാധിച്ചത്? കോൾഡ് ആണ് എന്നോർക്കാം. കോൾഡ്. ഘോലെ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇത് ഇതുപോലെയല്ലേ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. കോൾഡ്. അസുഖം എന്താണ്? കോൾഡ് ആണ്. കോൾഡ് എന്നതിൽ നിന്ന് ഘോലെ കണക്ട് ചെയ്ത് വെക്കാലോ. നിലവിലെ സിക്കിം മുഖ്യമന്ത്രിയാണ് PS ഘോലെ. നിലവിലെ ത്രിപുര മുഖ്യമന്ത്രിയാണ് മണിക് സാഹ. മണിക് സാഹയാണ് നിലവിലെ ത്രിപുര മുഖ്യമന്ത്രി. നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോൾ ത്രിപുര മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ പുര എന്ന് കണക്ട് ചെയ്ത് വെക്കാം. CM പുര വെക്കാൻ, ജനങ്ങൾക്ക് പുര വെക്കാൻ എന്ത് നൽകി? മണി, കാശ് നൽകി എന്നോർക്കാലോ. അല്ലെ, കാശ് നൽകി. മണി എന്നതിൽ നിന്ന് മണിക് സാഹ കണക്ട് ചെയ്ത് വെച്ചൂടെ. ത്രിപുര മുഖ്യമന്ത്രിയാണ് മണിക് സാഹ. മണിപ്പൂർ മുഖ്യമന്ത്രി ആരായിരുന്നു? അവിടെ നമ്മൾ മണി എന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മണിപ്പൂർ. നിലവിലെ മണിപ്പൂർ മുഖ്യമന്ത്രി ആരായിരുന്നു? മണിപ്പൂർ എന്ന് പറയുമ്പോൾ നാം ഒന്നാണ് എന്നാണ് ഓർത്തത്. യുനാം. അല്ലെ, നാം ഒന്നാണ് എന്ന് ഓർത്തു. നാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് CM എന്ത് നൽകി? കാശ് നൽകി, മണി നൽകി എന്നാണ് നമ്മൾ ഓർത്തിരുന്നത്. അപ്പോൾ എല്ലാം നിങ്ങളൊന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് സ്വയം കോഡുകളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്